ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്കും പ്രസംഗത്തിനും ലതീനും നവേനയ്ക്കുമൊക്കെ കാർമ്മികത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഹോർമിസ് തോട്ടക്കരച്ചൻ അച്ഛൻ ചെമ്പ് സെന്റ് തോമസ് പള്ളിയിലെ വികാരിയച്ഛനാണ്. അച്ഛനും ഈ ഇടവകയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം 78 കാലഘട്ടത്തിലെയാണ്. അത് അച്ഛൻ പ്രസംഗത്തിൽ പറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതൊരു സസ്പെൻസായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അച്ഛൻ ഏറ്റവും സ്നേഹത്തോടെ ഈ ദേവാലയത്തിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നൊവേനയ്ക്കും കുർബാനയ്ക്കും നിയോഗം സമർപ്പിച്ചിരിക്കുന്നവര് ജാസ്മിൻ, റിച്ചാർഡ് ജോർജ്, റോണി വാണിയപ്പള്ളി പുലിക്കോട്ടി, അന്ന തോമസ് മകോകുഴി, കെസിയ നിബു മാലിയത്തറ, നിബു എം ജോസ് മാലിയത്തറ, സാബു ബിസ്കറിയ ചാലിക്കൽ പൂഞ്ഞ, നിതിൻ സാബു ചാലിക്കൽ പൂഞ്ഞ, നേഗ സാബു ചാലിക്കൽ പൂഞ്ഞ, മാർട്ടിൻ ജോർജ്, ജോൺസി തത്തമ്പള്ളി വൈക്കം, നിധിന നീതു മണലേൽ, ജോയൽ റോബിൻ, ജോയ്സി റോബിൻ, സുനി റോബിൻ, റോസ് ആന്റണീസ്, ജോസിഫ് ജോർജ്, ജിൻസി ജോർജ്, ഡാർലി ജോർജ്, പി ജെ ജോർജ്, അന്നമ്മ ജോബി, അഗസ്റ്റിൻ ടോം, ആൽബിൻ ടോം, എൽസമ്മ മാത്യു പാലായിത്തയിൽ, ജോസഫ് കുന്നിമംഗലത്ത്, അനു അഞ്ചു കുന്നിമംഗലത്ത്, റയാൻ കുത്തോട്ടിൽ കോതനെല്ലൂർ, റോസ് മരിയ ജോസഫ്, റോണി ആൻഡ് ജോസഫ് പുലിക്കോട്ടിൽ, നരോൺ ജോ ജെറാൾഡ് താടികാരൻ എറണാകുളം, സാബു മളിയേക്കൽ, ലെറ്റി സാബു മളിയേക്കൽ, ആൽവിൻ സാബു മളിയേക്കൽ, സിജിമോൾ സന്തോഷ് ആൻഡ് ഫാമിലി USA, ഷാലിമോൾ ഷാജു ആൻഡ് ഫാമിലി USA, സിസ്റ്റർ എൽസിറ്റ ഫ്രാൻസിസ്, ബാബു ജോസഫ് പുൽപ്രയിൽ ഫാമിലി, ലിയോൺ ടോമി വെള്ളാപ്പള്ളി,
ബാബു കുര്യൻ ചോലങ്കേരി, തോമസ് ആലുങ്കൽ, മേരിക്കുട്ടി തോമസ് മണിയത്രികുഴി, ലിഡിയ തോമസ് മണിയത്രികുഴി, തങ്കച്ചൻ ഞവരുപടിത്തറ, ജോർജ് കന്യാടിയിൽ, തോമസ് ചക്കുങ്കൽ, ബിജോ കണിയാങ്കണ്ടത്തിൽ ആൻഡ് ഫാമിലി, ജോർജ് കണിയാങ്കണ്ടത്തിൽ ആൻഡ് ഫാമിലി, ബിൻസി കണിയാങ്കണ്ടത്തിൽ ആൻഡ് ഫാമിലി, കുര്യൻ ആൻഡ് ഫാമിലി എറണാകുളം, സെബാസ്റ്റ്യൻ ഇഞ്ചക്കൽ കോട്ടയം, സൊമിനി അമേരിക്ക. ഒരു നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ കുർബാനയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതോടെ രാജ്യശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മനുഷ്യനും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാൻ പുകഴ്ത്തുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കി. Hallelujah.
വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊക്കെ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരി, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന, അധ്യായം 7 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിനെ ആശീർവദിക്കട്ടെ. 40 വർഷങ്ങൾക്ക് ശേഷം സീനായ് മലയുടെ മറുപ്രദേശത്ത് ഒരു മുൾപ്പടർപ്പിനുള്ളിൽ അഗ്നിജ്വാലകളുടെ മധ്യേ ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. മോശ ആ ദർശനത്തിൽ അത്ഭുതപ്പെട്ടു. സൂക്ഷിച്ചു നോക്കാൻ അവൻ അടുത്തേക്ക് ചെന്നു. അപ്പോൾ കർത്താവിന്റെ സ്വരം കേട്ടു, നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. ഭയവിഹ്വലനായ മോശ അങ്ങോട്ട് നോക്കാൻ ധൈര്യപ്പെട്ടില്ല. കർത്താവ് അവനോട് പറഞ്ഞു, നിന്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഈജിപ്തിൽ എൻ്റെ ജനം അനുഭവിക്കുന്ന പീഡനങ്ങൾ ഞാൻ വ്യക്തമായി കണ്ടു. അവരുടെ ദീനരോധനം ഞാൻ കേട്ടു. അവരെ വിമോചിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. വരൂ, നിന്നെ ഞാൻ ഈജിപ്തിലേക്ക് അയക്കും. ഞങ്ങളുടെ മേൽ അധികാരവും വിധികർത്താവുമായി നിന്നെ ആര് നിയമിച്ചു എന്ന് പറഞ്ഞ് അവർ നിരാകരിച്ച മോശയെ തന്നെ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ വഴി ദൈവം അവരുടെ അധികാരി മോചകനുമായി അയച്ചു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെ തിരുവചനങ്ങൾ. യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറൂസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ചവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണാനിടയാൽ അവനെ തിരക്കി അവർ ജെറൂസലത്തേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിൽ നിന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അവരെല്ലാം അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്?
ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണ് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മായി കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ജോസൻ പൂവേലിയച്ഛൻ കുർബാനയുടെ ആരംഭത്തിൽ അച്ഛന് ഈ ഇടവകയോടുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. എന്നിട്ട് അച്ഛൻ കൂട്ടിച്ചേർത്തത് അച്ഛൻ നിന്ന് പറയുന്നു. അതുകൊണ്ട് അതൊരു ബാധ്യതയായി. ഈ ഇടവകയോടുള്ള അച്ഛൻ്റെ ബാധ്യതയെക്കുറിച്ച് തന്നെയാണ് അച്ഛൻ അതുകൊണ്ട് പറയാൻ നിർബന്ധിതനാണ്. 10 വർഷം സെമിനാരിയിൽ പഠിച്ച ആ പഠനകാലത്തെ ജീവിതാനുഭവങ്ങളിൽ സെമിനാരിയിലെ പ്രൊഫസർമാരിൽ നിന്നൊക്കെ പഠിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ദേവാലയത്തിലെ 1 മണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് സമയം അച്ഛനെ ഒരു വൈദിക വിദ്യാർത്ഥിയായി പരിശീലനം ആഴത്തിൽ തേടുന്നതിനും ദൈവ വചന പ്രഘോഷണത്തിനും അതിന് തുടർച്ചയായി പൗരോഹിത്യം അതിൻ്റെ നിറവിൽ ജീവിക്കുന്നതിനുമൊക്കെ നിർബന്ധിക്കാൻ ഇടയായിട്ടുണ്ട് എന്നുള്ള വലിയ കടപ്പാടിൻ്റെ അനുഭവങ്ങൾ ഓർത്തുകൊണ്ടാണ് അച്ഛൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. അത് എന്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഭാഗമായിട്ട് ആ ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ അച്ഛനെ ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കണം കഴിഞ്ഞ 20 മണിക്കൂറുകളിൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി 10 മണി മുതൽ ഇതുവരെയുള്ള ഈ നിമിഷങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള ചിന്തകൾ മനസ്സിലാക്കലുകൾ അച്ഛനെ കൊണ്ടുവന്നെന്ന് പറയാൻ മണിക്കൂറുകൾക്ക് അത്രയേറെയാണ്. ലൂക്ക 12:12 പറയുന്നുണ്ട്, എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. ഈ മനസ്സിലാക്കലിലേക്ക് വളരെ പ്രായോഗികമായിട്ട് അച്ഛനെ എത്തിച്ചത് നിങ്ങളുടെ താരയാണ്, അല്ലെങ്കിൽ പ്രസംഗബീജമാണ്. 42 കൊല്ലം മുമ്പ്, അന്ന് ഈ പള്ളിമേട പണിതുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെ ജോസഫ് പുതുശ്ശേരി അച്ഛൻ വികാരിയച്ഛനായിരിക്കുമ്പോൾ ചെമ്മാച്ചനായ ഹോർമിസ് തോട്ടക്കരായ ചെമ്മാച്ചൻ വേദോപദേശം പഠിപ്പിക്കാനും പ്രസംഗം പറയാനും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്നു. ആ ചെമ്മാച്ചൻ്റെ അച്ഛൻ പറയുക. അങ്ങനെ ഒരു ദിവസം അന്നത്തെ സുവിശേഷ വചനവും അച്ഛൻ ഓർമ്മിക്കുന്നുണ്ട്. വികാരിയച്ഛൻ സുവിശേഷം വായിച്ചു കഴിഞ്ഞ് കസേരയിൽ ചെന്നിരുന്ന് ചുമ്മാ അച്ഛൻ കയറി നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ഇതാണ് കഥ. അങ്ങനെ പ്രസംഗിക്കാനായിട്ട് ആരംഭിച്ചപ്പോഴുണ്ടായ അനുഭവമാണ് അന്ന് വടവാതൂർ സെമിനാരിയിൽ നിന്ന് അന്നത്തെ സുവിശേഷ വചനങ്ങളെക്കുറിച്ച് അതിന് ദിവസങ്ങൾക്ക് മുമ്പേ വളരെ മനോഹരമായ ഒരു പ്രസംഗമൊക്കെ ഒരുങ്ങി എഴുതി അത് പ്രസംഗകല പരിശീലിപ്പിക്കുന്ന മോൺസിഞ്ഞോർ മാത്യു മങ്കുഴിക്കൽ അച്ഛൻ്റെ അടുത്ത് പോയത് കാണിച്ച് കറക്ഷൻസ് ഒക്കെ കിട്ടി. പ്രസംഗകല പരിശീലിക്കുന്ന ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ അതൊക്കെ പറഞ്ഞ് അവരുടെയും കൂടി ഓക്കെ അടിച്ച് അങ്ങനെ നന്നായിട്ടൊരു പ്രസംഗമൊക്കെ ഒരുങ്ങി ആ കടലാസം പോക്കറ്റിലിട്ടുകൊണ്ട് ഈ ചുമ്മാ അച്ഛൻ സെമിനാരിയിൽ നിന്ന് കോട്ടയത്ത് വടവാതൂരിൽ നിന്ന് ബസ് ഇറങ്ങി കോട്ടയത്ത് വന്നിട്ട് കോട്ടയത്ത് നിന്ന് ഷോർട്ട് കട്ടിൽ അന്നത്തെ പഴയ മാർക്കറ്റിലൂടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് നടന്നു പോയതാണ് കഥ. അങ്ങനെ നടന്നു പോകുമ്പോൾ ആ മാർക്കറ്റിൽ ഒരു സ്ത്രീയെ കണ്ടു. അവളുടെ മുഖമൊന്നും അധികം പരിചയമില്ല. അതിനു മുമ്പ് കണ്ടിട്ടുള്ളത്, അതിന് ശേഷവും കണ്ടിട്ടില്ല എങ്കിലും കുനിഞ്ഞു നിന്ന് അവിടെ കൊണ്ടുവന്നിട്ട് ആ എച്ച് ചെയ്തവരും ചോറ് വാരി നിന്ന ആ സ്ത്രീയെ കണ്ടിട്ട് കടന്നുപോരുകയാണ്. സമയം അപ്പോൾ 6:23.
6:30 വൈക്കത്തിലുള്ള ട്രാൻസ്പോർട്ട് ബസ്സിൽ പോരണം, എന്നാലേ ഇവിടെ സമയത്തിനെത്താൻ പറ്റൂ. അതിനുവേണ്ടിയുള്ള യാത്രയില്ല. ഈ സ്ത്രീ ഇങ്ങനെ എച്ചിലെതിരും ചോറുവാരി ഉണ്ണുന്ന രംഗം കണ്ടിട്ട് കടന്നു പോകുന്ന ഒരു നിമിഷം. ഇത്രയേ ഉള്ളൂ, കഥ ഇത്രയേ ഉള്ളൂ. പക്ഷേ അല്പം മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഉണ്ണീശോയാണോ, അതോ പ്രായമായ യേശുവാണോ, അതോ പരിശുദ്ധാത്മാവാണോ അച്ഛൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതെന്ന് തിരിച്ചറിയാനുള്ള വിവരമൊന്നും വന്നില്ല. എന്തായാലും ആ സ്വരം വളരെ ശക്തമായി അച്ഛനോട് പറഞ്ഞ ചെമ്മാച്ചനോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്: നീ പാപം ചെയ്തിരിക്കുന്നു. നമ്മളൊക്കെ കുട്ടികൾ പോലും കാരണവന്മാര് നീ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞാലും അതിനെ നീതീകരിക്കാനൊക്കെ പലതരത്തിലും പ്രതികരിക്കും. ഞാൻ ചെയ്തില്ല, ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചെന്നൊക്കെ പറയില്ല, ഇല്ല, ശരിയല്ല. ഇതുപോലെ ഉള്ളിൽ വന്ന സ്വരത്തോട് പ്രത്യുദ്ധരിച്ചു: ഞാൻ എന്ത് ചെയ്യാനാണ്? നീ പാപം ചെയ്തിരിക്കുന്നു. എന്താണ് പാപം? യാക്കോബ് 4:17 പറയുന്നുണ്ട്. പറയാൻ പറ്റാമെങ്കിൽ വചനം യാക്കോബ് 4:17 അച്ഛനൊരു സമ്മാനം തരാൻ കഴിയും. പറയാൻ പറ്റുമോ? ലോഗോസിന്റെ പരീക്ഷയിൽ അതിൽപ്പെട്ടതല്ലായിരിക്കും ഇതല്ലേ? ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് വളരെ വേഗത്തിൽ നടക്കുകയാണ്. ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പേ കർത്താവ് ഒരു കാര്യം കൂടി പറഞ്ഞു: നീ ഇന്ന് ഫാസ്റ്റ് പാസഞ്ചറിൽ കയറരുത്, ഓർഡിനറി ബസ്സിൽ കയറിയാൽ മതി. 6:30 അന്ന് വൈക്കത്തിന് ഓർഡിനറി ഉണ്ട്, ഫാസ്റ്റ് ഉണ്ട്. അത് സമ്മതിച്ചു. അന്ന് 1.90 ഓർഡിനറി ബസ്സിന്റെ ചാർജ്, 2.40 ഫാസ്റ്റിന്റെ ചാർജ്. ആ ഓർഡിനറി ബസ്സിൽ കയറിയിരുന്നു. ആ ബസ് തെള്ളകത്ത് എത്തിയപ്പോൾ മാത്രമേ പുറത്തേക്ക് നോക്കിയിട്ടുള്ളൂ. ഇപ്പോഴും ഓർമ്മിക്കുന്ന രംഗങ്ങൾ. വടയാറെത്തുന്നത് വരെ വളരെ ആഴപ്പെട്ട ഒരു ധ്യാനാനുഭവത്തിലായി. ധ്യാനിപ്പിക്കുന്നത് കർത്താവ് തന്നെയാണ്. വളരെ കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തുകയും ചെയ്തൊരു പാപമാണ്. എന്നിട്ട് പറഞ്ഞു: ഇന്ന് നിനക്ക് നീ ഒരുങ്ങി വന്ന സുവിശേഷ പ്രസംഗം പറയാൻ അവകാശമില്ല. ഞാൻ പറഞ്ഞു: ഞാൻ പറയുന്നില്ല. നീ പറയണം, പക്ഷേ നീ എഴുതി കുത്തി വന്നിരിക്കുന്ന പ്രസംഗം പറയാൻ പാടില്ല. സമ്മതിച്ചു. അങ്ങനെ വടയാർ ജംഗ്ഷനിൽ വന്ന് ബസ്സിറങ്ങുമ്പോഴേക്കും ആ തീരുമാനം സമ്മതിച്ചൊക്കെ. അങ്ങനെ വന്നിട്ട് എന്ത് പറയണം അറിഞ്ഞുകൂടാ. പ്രസംഗകരെ പഠിക്കുന്ന കാലമാണ്. എന്തായാലും വികാരിയച്ഛൻ ജോസഫ് പുതുശ്ശേരി അച്ഛൻ സുവിശേഷമായി ചെന്നിരുന്നു. ചുമ്മാ അച്ഛൻ കയറിയിരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ, മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞ് പ്രസംഗം ആരംഭിച്ചു. എന്നിട്ട് പറഞ്ഞു: നമുക്ക് വളരെയേറെ പരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. ഈ സുവിശേഷത്തെ കുറിച്ച് ചെമ്മാച്ചനായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് എന്ന് പറഞ്ഞ അച്ഛൻ ഇപ്പോൾ പറഞ്ഞ ഈ സംഭവം അങ്ങനെ തന്നെ വളരെ നാടകീയമായിട്ട് 42 കൊല്ലത്തിന് ഇപ്പുറത്ത് നിന്ന് പറയുമ്പോൾ നാടകീയതയൊക്കെ കുറഞ്ഞു പോയില്ലേ? അതനുഭവിച്ച അതേ ചൈതന്യ രീതിയിൽ തന്നെ ഇവിടെ അവതരിപ്പിച്ചു. എന്നിട്ട് അന്ന് ചെമ്മാച്ചനായി ഞാൻ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഇങ്ങനെയാണ്. അന്നത്തെ സുവിശേഷം ഏതായിരുന്നു അല്ലേ? എനിക്ക് പറയാൻ പറ്റും ഏതായിരിക്കുമെന്ന്? ആർക്കെങ്കിലും ശിശുക്കൾക്ക് കർത്താവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. ജ്ഞാനിയിൽ നിന്ന് മറച്ചു വെച്ച് ആർക്കെങ്കിലും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ടോ? ഏത് സുവിശേഷത്തെ കുറിച്ചായിരിക്കും അച്ഛനെന്ന് പ്രസംഗം പറയുകയെന്ന്? ലൂക്ക എഴുതിയ സുവിശേഷം. അത് ശരിയെ ഏത് സംഭവമായിരിക്കാം? ലൂക്ക 10:25-37 നല്ല സമറിയാക്കാരന്റെ കഥയാണ്. ഇതേക്കുറിച്ച് അന്ന് പറഞ്ഞ പ്രസംഗം ഇപ്പോഴും അച്ഛൻ ഓർമ്മിക്കുന്നു. എഴുതിയ കാരണന്മാർ ചിലപ്പോൾ ആരെങ്കിലും ഓർക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് പറഞ്ഞത്. സമറിയാക്കാരന്റെ കഥ വായിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: സമൂഹത്തിൽ മുറിവേറ്റ് കിടന്ന ഒരു സ്ത്രീയെ കണ്ടിട്ട് ഒന്നും ചെയ്യാതെ കടന്നു പോകുന്ന സുവിശേഷത്തിലെ ദേവ എന്ന സ്ഥാനത്ത് നിൽക്കുന്ന വൈദിക വിദ്യാർത്ഥിയായ എനിക്ക് നിങ്ങളോട് സ്നേഹത്തെക്കുറിച്ചോ സേവനത്തെക്കുറിച്ചോ ഒരു വാക്കുപോലും പറയാനുള്ള ധാർമ്മിക ശക്തിയില്ല എന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു
അംഗീകരിക്കുന്നു, ഏറ്റുപറയുന്നു. എങ്കിൽ പിന്നെ ചെമ്മാച്ചൻ എന്തുകൊണ്ടത് പറയുന്നു ചോദിച്ചാൽ, എൻ്റെ ഈ പാപത്തിന്റെ കഥ കേട്ടിട്ട് നിങ്ങളിൽ ആർക്കെങ്കിലും സ്നേഹത്തിൻ്റെയോ സേവനത്തിൻ്റെയോ ഒരു കൊച്ചു പ്രവൃത്തികൾ ചെയ്യാൻ ഇടയാകട്ടെ ആശംസയോടെ പ്രാർത്ഥനയോടെ എന്ന് പറഞ്ഞ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വെച്ച് പ്രസംഗം അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ഞായറാഴ്ച ആ പ്രസംഗം, ആ ദിവസത്തെ അനുഭവം വൈദിക വിദ്യാർത്ഥിയായ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചൊരു അനുഭവമാണ്. അന്ന് മുതൽ ഇന്നു വരെ ഈ 42 വർഷം ഒരു കടലാസിൽ നോക്കി അച്ഛൻ പ്രസംഗം പറഞ്ഞിട്ടില്ല. ജർമ്മൻ ഭാഷയിലും ഇറ്റാലിയൻ ഭാഷയിലും ഉൾപ്പെടെ സ്പോണ്ടേനിയസ് ആയിട്ട് സ്വതസിദ്ധമായ രീതിയിൽ തന്നെ ഒരു കടലാസ് കഷ്ണം പോലും നോക്കാതെ പ്രസംഗം പറയാനുള്ള അനുഗ്രഹം തമ്പുരാത്ത ജർമ്മൻ ഭാഷയിൽ ധ്യാനിപ്പിക്കുമ്പോൾ പോലും കടലാസ് നോക്കാതെ ധ്യാനിപ്പിക്കാൻ വരെ ഇടയായിട്ടുണ്ട്. വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഇടവജനങ്ങളെയും ഒക്കെ ദിവസങ്ങൾ പറയാറുള്ളവരുൾപ്പെടെ ധ്യാനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായപ്പോഴും ഒരിക്കലും കടലാസ് നോക്കി ഒന്നും പറയാതെ അതിൻ്റെ ആരംഭം അത് നിങ്ങളുടെ ഈ അൾത്താരയാണ്, ഈ ദേവാലയമാണ് എന്ന് നിങ്ങളോട് പറയുന്നത് അച്ഛന് കടമയായതുകൊണ്ടാണ്. രണ്ടാമതായിട്ട് അച്ഛന് ബോധ്യമില്ലാത്ത ഒരു കാര്യവും പറയാൻ തമ്പുരാൻ അച്ഛനെ അനുവദിക്കാറില്ല. കുമ്പസാരിപ്പിക്കുമ്പോൾ കൊടുക്കുന്ന ഉപദേശമാണെങ്കിൽ പോലും അച്ഛൻ പാലിക്കാത്തതും ജീവിക്കാത്തതും പറയാൻ കർത്താവ് അച്ഛനെ അനുവദിക്കാറില്ല. മൂന്നാമതായിട്ട് വേദനിക്കുന്ന ഒരു മനുഷ്യനെ കണ്ട് കടന്നു പോകാൻ തമ്പുരാൻ അനുവദിക്കാറില്ല. ഇങ്ങനെ അച്ഛൻ്റെ ശുശ്രൂഷാ ജീവിതത്തെ, പൗരോഹിത്യ ജീവിതത്തെ വളരെയേറെ രൂപാന്തരപ്പെടുത്താൻ ഈ ദേവാലയവും ഇവിടുത്തെ പ്രസംഗപീഠവും അച്ഛനെ ഇടയാക്കിയ ആ അനുഗ്രഹീത ഓർമ്മ അച്ഛൻ മനസ്സിൽ നിറച്ചു നിർത്തിക്കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നീ ബലിയർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ ഇതിനോടൊക്കെ ബന്ധപ്പെടുത്തി ഇന്നത്തെ രാത്രിയിൽ അച്ഛൻ ഇതൊക്കെ കർത്താവിനെ ഓർമ്മിപ്പിച്ചു. പ്രത്യേകിച്ച് രാത്രി 10 മണി മുതൽ എല്ലാ ദിവസവും അച്ഛൻ്റെ ഇടവയിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു വചനം എഴുതി. ഇന്നത് 3:27 എഴുതിയിട്ടിരിക്കുന്നത്. രാത്രിയിൽ കർത്താവ് അച്ഛനെ ഓർമ്മിപ്പിച്ചിട്ട് പറയുകയായിരുന്നു, അതിനെ നീ മനസ്സിലാക്കുക. അതെ, നീ വൈദികനാകുന്നതിന് മുമ്പേ ജനത്തിന്റെ മുമ്പിൽ നിന്നൊരു പരസ്യ കുമ്പസാരം നടത്തിയ ദിവസമാണ്. ഈ കാലഘട്ടമൊക്കെ ഞങ്ങൾ വൈദികരും മെത്രാന്മാരുമൊക്കെ ജനത്തിന്റെ മുമ്പിൽ നിന്ന് സത്യത്തിൽ മുട്ടുകുത്തി കുമ്പസാരിക്കേണ്ട കാലഘട്ടമാണ്. നിങ്ങളൊക്കെ സമ്മതിക്കും അല്ലേ? ശരിയല്ലേ? മനസ്സിലായോ? ഈ ജനാഭിമുഖ കുർബാന അങ്ങോട്ട് തിരിങ്ങനെ അത് ചർച്ചകള്, ഈ വാട്സപ്പ് മെസ്സേജുകള്, യൂട്യൂബിലെ വലിയ വലിയ പ്രഭാഷണങ്ങള്, ഇങ്ങനത്തെ തർക്കങ്ങൾ, ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ നിങ്ങളുടെയൊക്കെ വളരെയേറെ മനസ്സ് വേദനിക്കുന്ന അവസ്ഥകളുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ഞങ്ങൾ വൈദികര് മെത്രാന്മാരൊക്കെ മുട്ടുകുത്തി നിങ്ങളുടെ മുമ്പിൽ കുമ്പസാരിക്കേണ്ട കാലമാണ്. അതെ, അച്ഛനോട് കർത്താവിനെ രാത്രി പറയായിരുന്നു, മകനെ, നീ പുരോഹിതനാകുന്നതിന് മുമ്പ് ജനത്തിന്റെ മുമ്പിൽ ഒരു പരസ്യ കുമ്പസാരം നടത്തിയ ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, ഈ 40 വർഷത്തിന്റെ ഓർമ്മകൾ വെച്ചിട്ടാണ് അച്ഛൻ ആ ലേഖനഭാഗം തിരഞ്ഞെടുത്തത്. ആ വചനത്തിന് അച്ഛൻ്റെ ജീവിതമായിട്ട് വലിയ ബന്ധമുണ്ട്. ഇന്ന് രാത്രി കർത്താവ് ഇത് ഓർമ്മിപ്പിച്ച ഈ വചനം, അതെ, 40 വർഷങ്ങൾക്ക് ശേഷം മോശ ഒരു മുൾപ്പടർപ്പിൽ നിന്ന് ദൈവം സംസാരിക്കുന്നത് കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ നിങ്ങളോട് നിങ്ങളുടെ ദേവാലയത്തെ കുറിച്ച് പറയാനിടയായത്, അതെ, വൈദികരായ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്, ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നത്, അതെ, ദേവാലയം, അൾത്താര, ബലിയർപ്പണങ്ങളൊക്കെയാണ്. ഇത് വലിയ ബാധ്യതയായിട്ട് മാറ്റുന്നൊരവസ്ഥയുണ്ട്. അച്ഛൻ 1 മണിക്കൂർ മുമ്പ് മുതലേ അൾത്താരയുടെ മുമ്പിൽ ഇരുന്ന് ഈ ബലിക്ക് ഒരുക്കമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛനെ ഒന്നുകൂടി കർത്താവ് ഓർമ്മിപ്പിച്ചു. അച്ഛൻ ഇത് ഉച്ചയായി പോകുന്നതാണ് പറയാറ്. എനിക്ക് അച്ഛൻ കടക്കുന്നില്ല. വികാരിച്ചും പറഞ്ഞ അച്ഛൻ കുറച്ചു നേരം വിശ്രമിച്ചു. ഗസ്റ്റ് റൂമൊക്കെ തുറന്നു വന്നു.
അച്ഛൻ വിശ്രമിക്കാൻ അല്പനേരം കിടന്നു. പക്ഷേ ഉണ്ണീശോ അച്ഛനെ കിടത്തി ഉറക്കിയില്ല. ഉണ്ണീശോ പറയുകയായിരുന്നു, അതെ മകനെ, ഞാൻ എൻ്റെ സാന്നിധ്യം കൊണ്ടൊരു ജീവിതത്തിൽ നിറച്ചാലും മനുഷ്യനെ ഉറക്കൂല. അതാണ്. എന്നിട്ട് കാണിച്ചു തന്നത് യോസേപ്പ് പിതാവിൻ്റെ ഉറക്കം കളയുന്ന മണിക്കൂറുകളാണ്. യോസേപ്പ് പിതാവിൻ്റെ ഉറക്കം കളയുന്ന മണിക്കൂർ. ഇന്ന് അച്ഛൻ കണ്ട ഒരാള് അവനല്പം ബലഹീനതകളൊക്കെ ഉള്ളതാണ്. ആ ബലഹീനതയുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവനച്ചാൽ ഉറക്കം കിട്ടാൻ വേണ്ടിയാണ്. ഉറക്കം കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യുക? പുരുഷന്മാർ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഉറക്കം കിട്ടാൻ വേണ്ടിയാണ്. യോസേപ്പ് പിതാവിന് ഉറക്കമില്ലാത്ത രാത്രിയായി. ഉറക്കമില്ലാത്ത രാത്രി യോസേപ്പ് പിതാവിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന രഹസ്യം എന്താണ്? യേശു സാന്നിധ്യം കൊണ്ട് മറിയത്തിന്റെ ഹൃദയം നിറഞ്ഞപ്പോൾ ആ യേശുനാഥൻ, അതെ, അവിടുന്നാണ് യോസേപ്പിന്റെ ഉറക്കം കെടുത്തുക. കാരണം പുറപ്പാട് 2:27-28 പറയുന്നത് പോലെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവേർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ ദീനരോധനം കർത്താവ് കേട്ടു. അവരുടെ ദയനീയാവസ്ഥ കർത്താവ് ഗ്രഹിച്ചു. അപ്പോഴാണ് മോശയെ ദൈവം വിളിക്കുക. മോശയുടെ ജനനം, വിളി, ആ വിമോചക ദൗത്യം, ഇതെല്ലാം ഇസ്രായേൽ ജനത്തിന് നിലവിളിയുടെ ആകത്തുക അല്ലെങ്കിൽ അതിന്റെ ഫലമാണ്. അത് മോശയ്ക്ക് അവസാനിക്കുന്ന ഒന്നല്ല. പാപത്തിന്റെ എല്ലാ അടിമത്തത്തിന്റെ അവസ്ഥകളിൽ നിന്നും മോചനം പ്രാപിക്കാൻ ലോകത്തിലെ മനുഷ്യർ മുഴുവൻ നിലവിളിച്ചപ്പോൾ അപ്പോഴാണ് ദൈവം മനുഷ്യനായി അവതരിക്കുക. പരിശുദ്ധ കന്യകാമറിയത്തിൽ ആ സാന്നിധ്യം നിറയുക. അവളുടെ പ്രാർത്ഥനയും അവളുടെ ഹൃദയത്തിന്റെ നിലവിളികളും അതാണ് യോസേപ്പിന്റെ ഉറക്കം കെടുത്തുക. യേശുവിനെ വളർത്തുപിതാവായി. പ്രിയപ്പെട്ടവരെ, ഉണ്ണീശോയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ബാധ്യത എന്നത് യേശുവിനെ വളർത്തുക എന്നുള്ളതാണ്. യേശു സാന്നിധ്യം കൊണ്ട് ഈ ലോകം നിറയാനായിട്ട് ഇടയാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ ഉറക്കം കളയുന്ന, നമ്മുടെ ചിന്താഗതികളെ, നിലപാടുകളെയൊക്കെ മാറ്റുന്ന വലിയ ബാധ്യതയിലേക്ക് ദൈവം തന്നെ നമ്മെ എത്തിക്കുകയാണ്. അതാണ് യോസേപ്പ് പിതാവിൽ സംഭവിച്ചത്. മറിയത്തിന്റെയും ഉറക്കവും വിശ്രമവും ഒക്കെ കളയുന്ന മണിക്കൂറായിട്ട് അത് മാറുകയാണ്. മംഗളവാർത്ത സ്വീകരിച്ച മറിയം നിർബന്ധിതയാവുകയാണ് ഐങ്കര്യത്തിലേക്ക് ആ വലിയ യാത്ര നടത്താൻ. ഏറെ ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്ന എലിശ്വാമിയെയും സക്കറിയായെയും അവരോടൊത്ത് 3 മാസം താമസിച്ചുകൊണ്ട് തന്നെ ആ ഭവനത്തിലുള്ളവരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാക്കാൻ ഉണ്ണീശോയുടെ ദേവാലയത്തില് ഇടവകയിലെ അംഗങ്ങൾ എന്ന രീതിയിൽ ഈ മറിയത്തിനും യോസേപ്പിനും ഒക്കെ ഉണ്ടായ ഈ ബാധ്യതകള് നമ്മുടേത് കൂടി ആയിത്തീരുന്നു എന്നുള്ള വലിയ സത്യം നാം മനസ്സിലാക്കാനിടയാകണം. എന്നിട്ട് അച്ഛൻ അവിടെ വിശ്രമിക്കാൻ ഇങ്ങനെ കിടന്നപ്പോഴും അതുപോലെ ഇന്നലെ രാത്രി കഴിഞ്ഞ രാത്രിയിലൊക്കെ കർത്താവ് ഇങ്ങനെ അതിന്റെ രഹസ്യങ്ങളെ മനസ്സിലാക്കി തരികയാണ്. അച്ഛൻ പറഞ്ഞത് അല്പമായി സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. ഉണ്ണീശോ ആയിരിക്കുമ്പോൾ ഇത്രയൊക്കെ ആണെങ്കിൽ അത് വളർന്നു വരുമ്പോഴോ 12 വയസ്സായ യേശുവിനെ കുറിച്ച് അച്ഛൻ സുവിശേഷത്തിൽ വായിച്ചത് 12 വയസ്സുള്ള യേശു സംസാരിക്കുന്ന, പ്രതികരിക്കുന്ന രീതികൾ കണ്ട് മറിയം തന്നെ അത്ഭുതപ്പെടുകയാണ്. മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവ് ഞാൻ ഉത്കണ്ഠയോടെ നീ അന്വേഷിക്കുകയായിരുന്നല്ലോ എന്ന് പറയുമ്പോ ലഭിച്ച മറുപടി എന്താ? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അച്ഛൻ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത് ദൈവവചനത്തിന്റെ മുമ്പിൽ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്നവർ സ്വയം സമർപ്പിക്കുന്ന മറിയം പിന്നീടുള്ള 18 വർഷങ്ങൾ എബ്രയന്മാരുടെ മുമ്പിൽ ദൈവവചനത്തിന്റെ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ വിനയത്തോടെ വിശ്വാസത്തോടെ നിന്ന പരിശുദ്ധ അമ്മ പിന്നീടുള്ള 18 വർഷങ്ങൾ വലിയ ധ്യാനത്തിന്റെ, പ്രാർത്ഥനയുടെ, ദൈവവചന ശ്രവണത്തിന്റെ, പ്രത്യേകിച്ച് ലൂക്കാ 12 പറയുന്നത് പോലെ രാത്രിയുടെ യാമങ്ങളിൽ പിതാവിനോട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചെലവഴിച്ച യേശുനാഥന്റെ മുമ്പിൽ മകനെ, ഇന്നലെ രാത്രി എന്താണ് എന്റെ പിതാവിനോട് പറഞ്ഞ അമ്മയോടൊന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞ് കാത്തിരിക്കും. അവനെ പെസഹാക്കുഞ്ഞാടായി വളർത്താൻ, ലോകം മുഴുവനുമുള്ള മനുഷ്യന്റെ എല്ലാവിധ പാപാവസ്ഥകളും ബന്ധനാവസ്ഥകളും മോചിപ്പിക്കാൻ, ആ ദൈവിക രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ മറിയം കാതോർക്കും.
പ്രിയപ്പെട്ടവരെ, ഈ മറിയവും യോസേഫും ഒക്കെ നടന്ന ഈ വഴികളിലൂടെ നടക്കാനുള്ള ബാധ്യത, ഇതിലേക്കാണ് ഈ തിരുനാളിനുള്ള ഒരുക്കത്തിന്റെ ദിവസങ്ങൾ തന്നെ എത്തിക്കുക. യോഹന്നാൻ 7:37-39 വെച്ച് നോക്കുന്നു. തിരുനാളിന്റെ അവസാന ദിനമാകുമ്പോഴേക്കും സംഭവിക്കേണ്ടത് എന്താണ്? ഈശോ പറഞ്ഞു, തിരുനാളിന്റെ അവസാന മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. ആത്മാവ് അതുവരെ നൽകപ്പെട്ടിട്ടില്ലായിരുന്നു, എന്നാൽ യേശു അതുവരെ മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ഈശോ വളർന്ന് മഹത്വീകരണം സാധിക്കുന്ന കുരിശിലാണ് നമുക്കറിയാം. ആ കുരിശിലെ ബലിയുടെ പൂർത്തീകരണം, അതെ, കുരിശിൻ ചുവട്ടില് ഏറെ വേദനയോടെ നിന്ന പരിശുദ്ധ അമ്മ, ആത്മാവിന്റെ അഭിഷേകം യേശുവിനെ ഉദരത്തിൽ സ്വീകരിക്കുമ്പോൾ ലഭിച്ച മറിയം, ആ ആത്മാവിനെ 12 അപ്പോസ്തലന്മാരിലേക്കും വർഷിക്കാൻ പറ്റുന്ന രീതിയിൽ വളർന്നു. അവൾ വിശ്വസിച്ചവളാണ്. ഈ വിശ്വാസം ആരംഭിക്കുന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ വിശ്വാസം കുരിശിന്റെ ചുവട്ടിൽ നിന്നപ്പോഴാണ് അതിന്റെ നിറവേറ്റുക. ആ രഹസ്യത്തെ കുറിച്ച് അച്ഛനെ 42 കൊല്ലം മുമ്പ് ഈ വടയാറിന്റെ വഴിയിലെ ഒരു വല്യമ്മ ഓർമ്മിപ്പിച്ചത്, അല്ലെങ്കിൽ അതിന്റെ രഹസ്യങ്ങളിലേക്ക് ആനയിച്ചു വെച്ച് ഓർത്ത് അവസാനിപ്പിക്കുക. അന്നൊരു ദിവസം അച്ഛൻ വടയാർ പള്ളിയിലേക്ക് ശനിയാഴ്ച വൈകുന്നേരം നടന്നു പോരുമ്പോൾ നമ്മുടെ ടി.ഡി. മാത്യു സാറ് പറഞ്ഞു, ചമാച്ച ഒന്നുകൂടെ വരെ വന്നേ. ഒരു വല്യമ്മ അലമുറയിട്ട് കരയുകയാണ്. ഒരാള് മരിച്ചു എന്നുള്ള വാർത്ത കേട്ടിട്ട് ആ വല്യമ്മയെ ആശ്വസിപ്പിക്കാനായിട്ടാണ് ചമ്മാച്ചൻ അവിടേക്ക് ടി.ഡി. മാത്യു സാറ് വിളിച്ചത്. ചമ്മാച്ചനായ അവിടെ ചെന്നിരുന്നു, ഒരു കസേരയിട്ട് തന്നിരുന്നു, അവിടെ ഇരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരാൾ മരിച്ചു എന്ന് വാർത്ത കേട്ട് കരയുന്ന ഒരു സ്ത്രീയെ ആശ്വസിപ്പിക്കാൻ ഒരു ചുമ്മാച്ചനായി എന്ത് പറ്റും? 2-3 മിനിറ്റ് പരിശ്രമിച്ച് ഫലമില്ല. അപ്പോൾ നിശബ്ദമായി 2 മിനിറ്റ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. 2 മിനിറ്റ് കൊണ്ട് ആ വല്യമ്മയുടെ കരച്ചിൽ മാറി. അപ്പോൾ വല്യമ്മയെ വെച്ച് പറഞ്ഞു, വല്യമ്മേ, ഈശോ കുരിശിൽ കിടഞ്ഞു മരിക്കുമ്പോൾ ആ കുരിശിന് ചുവട്ടിൽ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഹൃദയം തകരാതെ നിന്നത് നോക്ക്. ആ വല്യമ്മ അച്ഛനോട് പറഞ്ഞു, ചമാച്ച, അത് ദൈവത്തിൻ്റെ അമ്മയാണ്, ഞാനൊരു സാധാരണ സ്ത്രീയാണ്. പെട്ടെന്ന് തമ്മിൽ വിളിച്ചു നിന്നു. വല്യമ്മേ, മറിയം ദൈവത്തിന്റെ അമ്മയായതുകൊണ്ടല്ല, കുരിശിൽ കിടക്കുന്നത് ദൈവമാണെന്നും ദൈവസന്നിധിയിൽ നിൽക്കുകയാണെന്നുള്ള അവബോധം കൊണ്ടാണ് ആ അനുഭവങ്ങളെ മുഴുവൻ വിശ്വാസത്തിൽ സ്വീകരിച്ച ഹൃദയം തകരാതെ നിൽക്കാൻ കഴിയുന്നത്. ആ വെല്ലുവിളിക്ക് വലിയ സമാധാനമായി. അച്ഛൻ ഹൃദയത്തിൽ വലിയ ആനന്ദം അനുഭവിച്ചു. കരച്ചിലൊക്കെ നിന്നു. അപ്പോൾ എലിമയുടെ മകൻ അച്ഛൻ്റെ കാതിൽ വന്ന് പറഞ്ഞു, ചമാച്ച, അമ്മ ഹൃദ്രോഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ കരഞ്ഞു. എല്ലു പറഞ്ഞു, ഇല്ല ചമാച്ച, എൻ്റെ വിഷമമൊക്കെ മാറി. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ എന്നാ പോകട്ടെ. ഇല്ല ചമാച്ച, പോകല്ലേ, എന്താണ് എൻ്റെ കാരണം പറഞ്ഞു. അപ്പോഴച്ഛൻ അതിന് ഉത്തരമായിട്ട് വിശുദ്ധഗ്രന്ഥം തുറന്നൊരു വചനം വായിക്കാനിടയായി. അപ്പോൾ പറഞ്ഞു, ചമാച്ച, ഞാൻ മരിച്ചാൽ പോലും അവരെ ഇവിടെ കടത്തില്ല മക്കൾ പറഞ്ഞിരിക്കണേ. പറഞ്ഞു, ചമാച്ചനായി ഞാൻ പറഞ്ഞു, ഇനിമേ ഇത് ദൈവവചനം അച്ഛൻ പറഞ്ഞതല്ല, ദൈവമാണ് പറഞ്ഞത്. ഇത് അക്ഷരം പ്രതി സംഭവിക്കും. പിന്നീടുള്ള മിനിറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അക്ഷരാർത്ഥത്തിൽ നിറവേറിയ വായിച്ച വചനങ്ങൾ. ആ വല്യമ്മയെ 2 കൊല്ലം കഴിഞ്ഞ് അച്ഛനൊരു ദിവസം ഇവിടെ വന്നിരുന്ന തിരുനാളിന്റെ പശ്ചാത്തലത്തിലാണ്. പ്രദർശനത്തിന്റെ ഇടയ്ക്ക് ആ വല്യമ്മയെ കണ്ടു. ചോദിച്ചു, വല്യമ്മ അച്ഛനെ അറിയോ? കണ്ടുപിടിക്കുന്നില്ല അച്ഛൻ പറഞ്ഞു. അപ്പോൾ മകൻ കൂടെ ഉണ്ടായിരുന്നു. മകൻ പറഞ്ഞു, വക്കച്ചൻ മരിച്ചപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന ചെമ്മാച്ചനാണ്. ആ വഴിയിൽ തന്നെ നിന്ന് വൈദികനാണെന്ന് ഞാൻ വല്യമ്മ കെട്ടിപ്പിടിച്ചു. അച്ഛോ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അച്ഛനോട് പറയുക, ഈ ഇടവകയിൽപ്പെടുത്ത മനുഷ്യരൊക്കെ അച്ഛനെ പ്രാർത്ഥനയുടെ, ദൈവവചനത്തിന്റെ, ദൈവവചന പ്രഘോഷണത്തിന്റെ ഒക്കെ ശൈലിയിൽ വളരാനായിട്ട് ഇതുമാത്രം സഹായിച്ചു എന്ന് നിങ്ങളോട് കടപ്പാട് അറിയിച്ചു എന്ന് മാത്രം. നീ ബലിയിൽ പങ്കു ചേരുമ്പോഴും കർത്താവെ, ഉണ്ണീശോയുടെ തിരുനാളിനൊരുങ്ങുന്ന നിങ്ങൾ
പരിശുദ്ധ അമ്മയെ പോലെ, യൗസേപ്പിലാകുന്ന പോലെ, സക്രിയായും എലീശായൊക്കെ പോലെ വിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ, ദൈവവചനാനുഭവത്തിൽ, ജ്ഞാനത്തിൽ ആഴപ്പെട്ട് ജീവിക്കാനുള്ള അനുഗ്രഹം തരണേ. നിങ്ങളുടെ ജീവിതം അനേകർക്ക് വെളിച്ചമാകാൻ, അനേകർക്ക് പ്രചോദനമാകാൻ, വിശ്വാസത്തിൽ വളരാൻ സഹായകമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലി തുടരാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സവത്തോടും കൂടെ കർത്താവ് ഞങ്ങളുടെ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. ആദത്തിന്റെ പാപം മൂലം അധമതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ, ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ, കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യാവതാരം വഴി ഞങ്ങളുടെ നിത്യപുരോഹിതനായ മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെ, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായെ, ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആന്റണി കരീം മെത്രാപ്പോലിത്തായെ, മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാരിലൂടെ പ്രവാചകന്മാരിലൂടെ രക്ഷകനെ മിശിഹായെ സ്വീകരിക്കുവാൻ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവേ, ഈ മംഗളവാർത്താകാലത്തിൽ അങ്ങ് തന്നെ ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമെന്ന് അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരുവാൻ മനുഷ്യനായി അവതരിച്ച മിശിഹായെ, നിന്റെ ആഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിത്യസ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ മിശിഹായെ, തികഞ്ഞ പ്രത്യാശയോടെ നിന്റെ പിറവി തിരുനാളിൽ നിൽക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിനക്ക് പ്രിയങ്കരമായ മാത്രം ചെയ്യുവാൻ, പുണ്യപ്രവൃത്തികളിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കാനും ഞങ്ങളെ സഹായിക്കണം. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ചു വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങേതാകുന്നു. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അതിന് യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവായ്പ വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നത് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരനും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി. അതിനാൽ കർത്താവേ, അങ്ങയുടെ ദാനം ഞങ്ങളിൽ ഫലമണിയാൻ വരം തരണമേ. ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായ ഈ ജനത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണം. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ.
തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ഉയർത്തുകയും തന്റെ പ്രാണഭോഗത്തെയും മരണത്തെയും സംസ്കാരത്തെയും പ്രധാനത്തെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത വിശുദ്ധ പരികൃതയായ ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണമെന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവ സജ്ജീകരിക്കപ്പെടും. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. I am
വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടുകൂടി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അംഗീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ എന്റെ പിതാവെ എന്ന് ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ ഈ ബലി അങ്ങേക്ക് സമർപ്പിക്കുവാൻ പാപിയായിരുന്നിട്ടും എന്നെ കാരുണ്യപൂർവ്വം യോഗ്യനാക്കി അങ്ങയുടെ അജഗണമായ ജനത്തിന്റെ കടങ്ങളുടെ വെറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവന്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാനിവ അനുഷ്ഠിക്കുന്നു. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. അയോഗ്യനും പാപികളുമായിരുന്നിട്ടും അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ പരികർമ്മത്തിന് ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും Be
എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുകർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യവും മഹനീയവുമായ നാമം എല്ലാ തരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അറിയിക്കും. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലക്കാമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കും. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്യുന്നു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയത്.
നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സംസ്കരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്യും. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപദാസനായ മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മരണങ്ങളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായവരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിക്കുന്ന ഈ സമൂഹത്തിന് ഈ ഇടവക മുഴുവനും വേണ്ടിയും പ്രത്യേകമായി ഇന്നത്തെ നൊവേനേറ്റ് നടത്തുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി ബലഹീനം പാപിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്നും ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചതും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും. നിങ്ങൾ നിശബ്ദരായി ആഗ്രഹപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവേ അങ്ങയുടെ ദാസന്മാരുടെ ഈ സ്ഥാപനങ്ങളിൽ ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പരിശോധിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് നടക്കുന്ന പ്രതിമാവുന്നവരുടെ അരിശവരുടെ പ്രത്യാശകൾ അങ്ങനെ പരിശുദ്ധ സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിന് കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാർഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുകയും ചെയ്യും. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധമെന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായെ, അങ്ങയുടെ നാമത്തിന് എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത
പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ യേശുവിന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരവോടെ സമീപിക്കാം. അനുതാപങ്ങളുടെ വാഗ്ദാനത്തോടെ അപരാധങ്ങളുടെ വിരുദ്ധയോട് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ട് സഹോദരങ്ങളെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാവോദരവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും നരകങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുത്തെയും വിദ്വേഷത്തിന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർത്തലും ആത്മാക്കളെ രക്ഷിക്കും കാരണമാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിർമ്മല ഹൃദയത്തോടും പ്രസന്നവദനത്തോടും മനോവിശ്വാസത്തോടും കൂടെ എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകും. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും അവിടുത്തെ നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദവരും നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ.
ശുദ്രവും പരിശുദ്ധവും ജീവിതമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് കരവികത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹർമിസ് തോട്ടകര അച്ഛനാണ്. അച്ഛനും ഈ പള്ളിയുമായുള്ള ബന്ധം അച്ഛൻ പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. 1978 അച്ഛൻ ഇവിടെ പാസ്റ്ററൽ മിനിസ്ട്രിക്ക് ബ്രദറായിട്ട് വന്നിരുന്നു. എല്ലാ ഞായറാഴ്ചയും ഏകദേശം എല്ലാ അച്ഛന്മാരും ഏകദേശം ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ എല്ലാം മറന്നു പോകാറുണ്ട്. ഞാൻ ആദ്യം വരുന്ന ഇടവകയിലെ പല കാര്യങ്ങളും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ 78 നടന്ന കാര്യം ഇപ്പോഴും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കണം. 2021 ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും പച്ചക്കെടാതെ അദ്ദേഹം ഓർത്തിരിക്കുന്നു എന്ന് പേരുകൾ വരെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് കാണാപ്പാടാണ് പലരുടെ ഇടവിലെയും.
അച്ഛൻ അത്രയും ഈ ഇടവകയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ഞാൻ പ്രസംഗം പുറത്തുനിന്ന് കേട്ടു. ചമാശനായിരിക്കുമ്പോൾ അദ്ദേഹത്തെ രൂപീകരിക്കുന്നതിൽ കാതലായ ഒരു ഭാഗം ഈ പള്ളിക്ക് അർഹതപ്പെട്ടതാണ് എന്ന് അച്ഛൻ തന്നെ പറയുകയുണ്ട്. അച്ഛൻ ഇപ്പോൾ ചെമ്പ് പള്ളിയിലാണ് വികാരിയായിട്ട് സേവനം ചെയ്യുക. അച്ഛൻ്റെ സ്വദേശം മേരിഗിരി മഞ്ഞപ്രയിലാണ്. അച്ഛൻ നമ്മൾ നോട്ടീസിൽ കൊടുത്തില്ലെന്ന് മാത്രമുള്ളൂ, ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്ന അച്ഛനാണ്. അച്ഛൻ അങ്ങനെ ഈ ഡോക്ടർ എന്നൊക്കെ എഴുതുന്നത് നോട്ടീസിലൊക്കെ താല്പര്യപ്പെടുന്ന ആളുമല്ല. അച്ഛൻ പാറേക്കാട്ടി പിതാവിൻ്റെ സഹോദരിയുടെ മകൻ്റെ മകനാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് അച്ഛനുണ്ട്. അച്ഛൻ ഒരുപക്ഷെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഔദ്യോഗികമായിട്ട് നമ്മുടെ ദേവാലയത്തിൽ ഒരു കർമ്മത്തിന് വരിക. എനിക്ക് അങ്ങനെ മറ്റു സമയങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ അറിവ് വെച്ച് അച്ഛൻ ഇതുവരെയും ഒരു പ്രധാന ധാർമ്മികത്വത്തിന് വന്നിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കണം. നമുക്ക് വലിയൊരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇത്തവണ വിളിച്ചിട്ടുള്ള വൈദികരിൽ ഭൂരിഭാഗവും നമ്മുടെ ദേവാലയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. അത് നിങ്ങൾ നോട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അച്ഛൻ ഇവിടെ വരികയും നമ്മളോട് വചന സന്ദേശം നൽകുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, പ്രസിഡന്റിന്റെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ തോട്ടക്കര അച്ഛന് നിറഞ്ഞ കയ്യടികളോടെ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാളത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട സുബി കിടങ്ങേനച്ഛനാണ്. അച്ഛൻ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് പ്രസാദഗിരി തൃപ്പൂണിത്തറ ഫൊറോനയാണ്. അച്ഛനും ഈ അടുത്ത കാലഘട്ടങ്ങളിൽ മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരു വൈദികനാണ് രൂപതയുടെ. അച്ഛനായിരിക്കും നാളത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. KCYയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കേക്ക് മേള നിങ്ങൾ കുറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 22-ാം തീയതി ആയിരിക്കും വീടുകളിൽ എത്തുക. കാരണം പലരും ഇടദിവസങ്ങളിൽ വെച്ച നവേനയുടെ സമയത്ത് വീടുകൾ ഉണ്ടാവില്ല എന്നറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് KCY യുവജനങ്ങൾ 22-ാം തീയതി നിങ്ങളുടെ വീടുകളിൽ കേക്കുകൾ എത്തിക്കും. ആർക്കെങ്കിലും 20-ാം തീയതി കേക്ക് വേണമെങ്കിൽ KCY ഭാരവാഹികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മൊബൈൽ നമ്പറിലോ കോൺടാക്ട് ചെയ്ത ആ ദിവസവും നിങ്ങളുടെ ഭവനങ്ങളിൽ കേക്ക് എത്തിക്കും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. നാളത്തെ തിരുക്കർമ്മങ്ങൾക്ക് നിയോഗം സമർപ്പിച്ചിട്ടുള്ളത് CV വർക്കി കുഞ്ഞച്ചൻ കള്ളാട്ടിത്തരം, മരിയ റിച്ചോ വാഴയിൽ, ഏബേൽ അലോണ വാഴയിൽ, സ്നേഹ ജോബി തടിക്കൽ, ശ്വശാന ശരിയംകുന്നേൽ, അമേയ അൽബിയ ചോമ, ആൻമരിയ തൈപ്പറമ്പിൽ, സാറ മരിയ ഡിജോ തെക്കേ പാലശ്ശേരിയിൽ, ജോസ്മോൻ വർഗീസ് തൈപ്പറമ്പിൽ, ലുബീസ് സി എബ്രാഹിം ചെറിയകുന്നേൽ, ഗബ്രിയേൽ അബൈ മാത്യു, ആന്റണി സി കുര്യൻ മൂലംകുഴി, മോളി എബ്രാഹിം മുളക്കുളം കാലായിൽ, അബു റയാൻ അന്ന മുളക്കുളം കാലായിൽ, ജിനോ വടക്കേ പാലശ്ശേരിയിൽ, അഞ്ജുസ ലൂക്ക ആനവേലിൽ, അച്ചോ ലൂക്ക ആനവേലിൽ, റോബിൻ കുര്യാക്കോസ് പറമ്പിൽ ഇരുമ്പയം, സിൻസെ കൊട്ടിക്കാപ്പള്ളി, ഗ്രേസ് പനക്കൽ, ജോസ് കുന്നത്, ലിജി ജോസഫ് കുന്നത്, ലിനി ജോസ് കുന്നത്, അന്റോണിയ ചോബി വൈകിട്ട് പറമ്പിൽ, അനിത ആൽബിൻ നാലാങ്കുഴി, അമൽ ആബേൽ ചെറുവള്ളി അമ്പലൂർ, ക്രിസ് ജയ്മോൻ മൈലാപ്പുൻറ്റയിൽ, ജോസ്മി റെൻസൺ കല്ലാട്ടിത്തറ, ജെറി ജോസഫ് പാറയിൽ, ഫാദർ ജോമോ തൈപ്പറമ്പിൽ, മറിയം തൈപ്പറമ്പിൽ, ആലീസ് ചെറിയാൻ പാലായത്തിൽ, ഡേവിഡ് അനു കിളിക്കുന്നേൽ കിഴക്കമ്പലം, അഞ്ചു മഞ്ജു ചരിയക്കുന്നേൽ,
എൽസമ്മ തോമസ് മരൂട്ടിത്തറ ശരയംകുന്ന്, ആദി നാരായണൻ വീടികത്തറയിൽ, ജിതിൻ ജോഷി പെരിങ്ങാട്ടിൽ തലയോലപ്പറമ്പ്, എബ്രാഹിം ചെട്ടിയാരിൽ, അയാൻചോ സ്മിജിത് സവിത കളുത്തിപ്പറമ്പിൽ, തോമസ് ചട്ടുങ്കൽ, ജോയി വരിക്കൽ പെരുവ, ജിഖിൽ ദുബായ്, ഷിമ്മൾ ദുബായ്, രാഹുൽ ഷിജു, നീൽ ബിജു, ജോൺ രാഹുൽ ബിജു, നീൽ ബിജു, ജോൺ ബിജു, ബിജു ഔസേഫ് വട്ടപ്പറമ്പിൽ, സോജ ബിജു വട്ടപ്പറമ്പിൽ, ബിനു ഔസേഫ് വട്ടപ്പറമ്പിൽ, റോസ്മരിയ, ഏച്ചൽ മരിയ മാലിയൽ, ആൽവിൻ വർഗീസ് കണ്ടെത്തൽ. ഇവര് നാളെ ഒരുങ്ങി പ്രാർത്ഥനാപൂർവം ദ്വീപിലേക്ക് വരണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. കുർബാനയ്ക്ക് ശേഷം ആരാധനയ്ക്ക് വെച്ച് നൊവേനയുടെ അവസാനം ലതീനിന് ശേഷം ആരാധനയുടെ സമാപനം. തുടർന്ന് ഇവിടെ ആയിരിക്കുന്ന ബന്ധുക്കൾ ബഹുമാനപ്പെട്ട തോട്ടക്കര വെഞ്ചരിച്ച് ഇന്നത്തെ നൊവേന നിയോഗം സമർപ്പിച്ചവർക്ക് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കൊടുക്കുന്നു. തുടർന്ന് നമ്മുടെ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ സമാപിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് തിരുക്കർമ്മങ്ങളിലേക്ക് തിരിച്ചു നോക്കാം. വലിയ സന്തോഷത്തോടെയാണ് നിൽക്കുക. നിങ്ങളുടെ വികാരച്ചനോട് വലിയ അടുത്തൊരു ഹൃദയ ബന്ധമുണ്ട്. അച്ഛൻ ഇരുന്നാപ്പള്ളിയുടെ അടുത്ത് അച്ഛൻ ഇരുന്നിട്ടുണ്ട്. അച്ഛൻ വീടിൻ്റെ അടുത്തുള്ള ഇടവയിൽ അച്ഛൻ വികാരിയായിട്ട് ഇരുന്നിട്ടുണ്ട്, വികാരി അച്ഛൻ. അതുകൂടാതെ നേരത്തെ ചേർത്തല കൊറോണയിൽ പള്ളിയിലിരിക്കുമ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കൊറോണയിൽ അച്ഛനിൽ വളരെ അടുത്തൊരു ബന്ധമുണ്ട്. അച്ഛൻ്റെ യൂട്യൂബൊക്കെ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ശ്രദ്ധിക്കാറുണ്ട്. വളരെ ബഹുമാനത്തോടെ താല്പര്യത്തോടെയാണ് ജോൺസൺ അച്ഛനെ നോക്കി കാണുക. നിങ്ങളോടുള്ള കടപ്പാടിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ കൂടെ വിചാരിച്ചിട്ടുള്ള കടപ്പാട് നന്ദിയും അറിയിക്കാനായിട്ട് പ്രത്യേകം ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇത് കുർബാനയുടെ അച്ഛൻ്റെ മനസ്സിൽ ഏറ്റവും പ്രധാനമായിട്ട് നിറഞ്ഞ കാര്യം മഹാപ്രളയകാലത്തെ അവസ്ഥയെക്കുറിച്ച് അച്ഛൻ വടയാതെ കേട്ടിട്ടുണ്ട്. വെള്ളം കയറാത്ത ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. പള്ളിയിലും വളരെയേറെ അഴുക്ക് നിറഞ്ഞിരുന്നു എന്നല്ല, അതെല്ലാം വൃത്തിയാക്കാൻ ഏറെ ദിനങ്ങളെടുത്തു. മഹാപ്രളയകാലത്ത് അച്ഛൻ ഇരുന്നയുടെ വഴിയിൽ അന്നനാടെന്ന് പറയും ചാലക്കുടി പുഴയുടെ തീരത്താണത്. അവിടെ ഇതുപോലത്തെ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ കാര്യം അച്ഛൻ്റെ ഓർമ്മയിൽ കുർബാനയിൽ കൂദാശാവചനങ്ങളുടെ സമയത്താണ് ഓർമ്മ വന്നത്. ഈ പ്രളയകാലത്തെ പള്ളിയിലെ വീടുകളിലെ മാലിന്യത്തെക്കുറിച്ചല്ല. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും വിശ്വാസ തലങ്ങളിലുമൊക്കെ ഏറെ മാലിന്യം വന്ന് നിറയുന്ന കാലമാണ്. അവിടെ സക്കറിയായുടെ വീട്ടിലേക്ക് ചെന്ന പരിശുദ്ധ അമ്മ ഉണ്ണീശോയാവുമ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നത്. അമ്മയും യേശുവും കൂടി യോസേഫും കൂടി തിരുക്കുടുംബം നമ്മുടെ കുടുംബങ്ങളിൽ സാന്നിധ്യമാകുമ്പോഴും വിശ്വാസ തലങ്ങളിലൊക്കെ നിറഞ്ഞ് അണിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ പലതരത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എന്തൊക്കെ അതിൽ ഉദ്ദേശിച്ച് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. അവയൊക്കെ മാറി വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളാകാൻ തമ്പുരാൻ അനുഗ്രഹിക്കാൻ വേണ്ടി കൂടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എന്നാൽ പ്രത്യേകിച്ച് അച്ഛൻ പ്രത്യേകം നന്ദി പറയാനെന്ന് വിചാരിച്ചതിൻ്റെ കാരണം പ്രത്യേകം കൂടി അച്ഛൻ്റെ പള്ളിയിലൊന്ന് ക്ഷണിക്കാനായിട്ട് എൻ്റെ ആവശ്യമുണ്ടായില്ലെങ്കിലും അദ്ദേഹത്തോടുള്ള കടപ്പാടും കൂടി അറിയിക്കാനായിട്ട് ഈ അവസരം വിനിയോഗിക്കുകയാണ്. നന്ദി. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യം കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം നിങ്ങൾ നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആവാ
ആരാധിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും എന്റെ പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യമാദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ നിന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയരുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നിത്യപുരോഹിതനായ ഈശോ ലോകരക്ഷകനായ ഈശോ വൈദികരുടെ രാജ്ഞിയായ മറിയമേ Shiva
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങ് പ്രത്യേകിച്ചിരിക്കുന്നതായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങേ പിതാവിനും ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവനെ ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശിശുവായിരുന്നുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ. ആത്മാവിനും ശരീരത്തിലും ദുഷ്ടത പാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യനായി പിറന്ന ദൈവപുത്രനായ ഈശോയെ ആദ്യം വിശ്വസിച്ച മൂല്യം ഞങ്ങളെ പഠിപ്പിക്കണമേ. ആഗ്രഹത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. എല്ലാവരും പ്രശസ്തിപ്പെടുന്നതും എല്ലായ്പ്പോഴും ബഹുമാനിക്കപ്പെടുന്ന ചിന്തകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളണമേ. വിശ്വാസവും പ്രതീക്ഷയും ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അവിടെ കടന്നുപോയ നിരന്തരം ഞങ്ങളെ നയിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സുഹൃത്തുക്കളുടെ വിളനിലമായ ഉണ്ണീശോയെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശിശുക്കളുടെ സ്നേഹിതനായ ഉണ്ണീശോയെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Deiwa
ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ നിഗമനത്തെ അലങ്കരിച്ച ദൈവമേ, ആ കനിയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മറിയ യോസേഫിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണതകളുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണം. പ്രത്യേകമായി തിരിച്ചുവിടാത്തവനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാമ ജോർജ് മിത്രാപൊലീത്തായ്ക്ക് വേണ്ടിയും മറാൻഡി മിത്രാപൊലീത്തായ്ക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതനായ ഉണ്ണീശോയുടെ സുഹൃത്തുക്കളെക്കുറിച്ച് ആത്മീയവും ശാരീരികവും എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ നാമത്തിൽ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി.